സിവിൽ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവിഷൻ സീരീസ് 25 ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റിവിഷൻ സീരീസിൽ നമ്മളിപ്പം 6 മോഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഓവർസിയർ ഗ്രേഡ് 1 ലെവൽ എക്സാമിൻ്റെ റിവിഷൻ സീരീസാണ് നമ്മൾ സിലബസ് പ്രകാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ നമ്മൾ 24 സീരീസ് വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 25th നമ്മൾ ഏതാണ് മൊഡ്യൂൾ 7 ആണ് അല്ലേ. മൊഡ്യൂൾ 7 ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂൾ 7 വരുന്നത് ഇറിഗേഷൻ ആണ് എന്നുള്ളതും കൂടെ നോട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇറിഗേഷനിൽ നമ്മളെ സിലബസിൽ ഗ്രേഡ് 1 സിലബസിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇറിഗേഷൻ എഞ്ചിനീയറിംഗിലെ മൊഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഫണ്ടമെന്റൽസ് ഓഫ് ഇറിഗേഷൻ ആൻഡ് ഹൈഡ്രോളജി അല്ലെ. ഇറിഗേഷൻ എന്നുള്ളതിൽ തന്നെയാണ് ഹൈഡ്രോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാനുള്ളത്. അപ്പം അതിൽ ബേസിക് ഇറിഗേഷനിൽ നോക്കുമ്പോൾ ബേസിക് മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ, പിന്നെ നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ഇറിഗേഷൻ, പിന്നെ ഡെഫിനിഷൻ ഓഫ് ഇറിഗേഷൻ, നെസസിറ്റി ഓഫ് ഇറിഗേഷൻ, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് പെരനിയൽ ആൻഡ് ഇനണ്ടേഷൻ ഇറിഗേഷൻ, ഫ്ലോ ആൻഡ് ലിഫ്റ്റ് ഇറിഗേഷൻ, ഡയറക്റ്റ് ആൻഡ് സ്റ്റോറേജ് ഇറിഗേഷൻ, പിന്നെ വാട്ടർ റിക്വയർമെൻറ്റ് ഓഫ് ക്രോപ്സ് നോക്കാനുണ്ട്. പ്രിൻസിപ്പൽ ക്രോപ്സ്, ഖാരിഫ് ആൻഡ് റാബി ക്രോപ്സ് ഇൻ ഇന്ത്യ ആൻഡ് കേരള, ഡ്രൈ ആൻഡ് വെറ്റ് ക്രോപ്സ്, പിന്നെ അതുപോലെ തന്നെ ഖാരിഫ് ആൻഡ് റാബി ക്രോപ്സ് ഇൻ ഇന്ത്യ ഡ്രൈ ആൻഡ് വെറ്റ് ക്രോപ്സ്, പിന്നെ നമ്മൾ ക്രോപ്പ് പീരീഡ്സ് അല്ലേ, ക്രോപ്പ് പീരീഡ്സും, പിന്നെ ഡ്യൂട്ടി, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് എക്സ്പ്രസിങ് ഡ്യൂട്ടി, ബേസ് പീരീഡ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡ്യൂട്ടി ആൻഡ് ഡെൽറ്റ, പിന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡ്യൂട്ടി, റിക്വയർമെൻറ്റ്സ് ഫോർ പ്രിസൈസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഡ്യൂട്ടി, പിന്നെ ഫിഗേഴ്സ് ഫോർ പ്രിൻസിപ്പൽ ക്രോപ്സ്, സിമ്പിൾ പ്രോബ്ലംസ് ആൻഡ് ഡ്യൂട്ടി അല്ലേ. അതിൽ സിമ്പിൾ പ്രോബ്ലംസും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹൈഡ്രോളജി ആണെങ്കിൽ ഹൈഡ്രോളജിയിൽ റൺ ഓഫ് ആൻഡ് മാക്സിമം ഫ്ലഡ് ഡിസ്ചാർജ് ഓഫ് കാച്ച്മെൻറ്റ്, റെയിൻഫാൾ, ടൈപ്പ് ഓഫ് റെയിൻ ഗേജസ്, ഫാക്ടേഴ്സ് ഫോർ സെലക്ടിങ് സ്യൂട്ടബിൾ സൈറ്റ് ഫോർ റെയിൻ ഗേജ് സ്റ്റേഷൻസ്, പിന്നെ അതുപോലെ തന്നെ പ്രിക്കോഷൻസ് ഇൻ സെറ്റിങ്സ് ആൻഡ് മെയിൻറ്റെയിനിങ് റെയിൻഫാൾ റെക്കോർഡ്സ്, റെയിൻഫോൾ സൈക്കിള്, അതുപോലെ തന്നെ ആവറേജ് ആനുവൽ റെയിൻഫാൾ ഓഫ് കേരള ആവറേജ് റെയിൻഫാൾ ഓഫ് ആൻ ഏരിയ ആണ്. അതുപോലെ തന്നെ മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ആവറേജ് റെയിൻഫാൾ ഓവർ കാച്ച്മെൻറ്റ്, അതുപോലെ തന്നെ ദിസ് ഈസ് പോളിഗൺ മെത്തേഡ്, അതുപോലെ തന്നെ കാച്ച്മെൻറ്റ് ബേസിൻ ആൻഡ് കാച്ച്മെൻറ്റ് ഏരിയ, പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാച്ച്മെൻറ്റ്, ഗുഡ്, ആവറേജ്, ബാഡ്, അതുപോലെ തന്നെ ഫ്രീ കാച്ച്മെൻറ്റ്, ഇന്റർസെപ്റ്റഡ് കാച്ച്മെൻറ്റ്, റൺ ഓഫ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റൺ ഓഫ്, പിന്നെ അതുപോലെ നാച്ചർ ഓഫ് കാച്ച്മെൻറ്റ്, റൺ ഓഫ് കോയിഫിഷ്യൻറ്റ്, മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേറ്റിംഗ് റൺ ഓഫ്, എംപിരിക്കൽ ഫോർമുല, പിന്നെ റിവർ ഗേജിങ്, ഇമ്പോർട്ടൻറ്റ് സൈറ്റ് സെലക്ഷൻ ഓഫ്, പിന്നെ അതുപോലെ തന്നെ ഓപ്പൺ ഗേജ് വെൽ, പിന്നെ അതുപോലെ തന്നെ മെഷർമെൻറ്റ്സ് ഓഫ് വെലോസിറ്റി ബൈ സർഫസ് ഫ്ലോട്ട്സ്, വെലോസിറ്റി റോഡ്സ് ആൻഡ് കറണ്ട് മീറ്റർ, മാക്സിമം ഫ്ലഡ് ഡിസ്ചാർജ് ഫ്രം റെയിൻഫാൾ റെക്കോർഡ്സ്, അതുപോലെ തന്നെ ഫോർമുലാസ് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ HFL ഹൈ ഫ്ലഡ് ലെവൽ മാർക്സ്, പിന്നെ ഗേജ് റീഡിങ്, ഡൈവേർഷൻ ഹെഡ് വർക്ക്, ക്ലാസിഫിക്കേഷൻ ഹെഡ് വർക്ക്സ്, സ്റ്റോറേജ് ആൻഡ് ഡൈവേർഷൻ ഹെഡ് വർക്ക്, ദേ ആർ സ്യൂട്ടബിൾ അണ്ടർ ഡിഫറെൻറ്റ് കണ്ടീഷൻ, their suitability under different conditions, പിന്നെ suitable site for diversion work, പിന്നെ അതുപോലെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നത് ജനറൽ ലേഔട്ട് ഓഫ് ഡൈവേർഷൻ വർക്ക്, ബ്രീഫ് ഡിസ്ക്രിപ്ഷൻസ് ഓഫ് കോമ്പോണൻറ്റ്സ്, പാർട്സ് ഓഫ് വിയർ, ബാരേജ്, ഹെഡ് റെഗുലേഷൻ, പിന്നെ അതുപോലെ തന്നെ സ്കൗറിങ് സ്ലൂയിസ്, ഫ്ലഡ് ബാങ്ക്സ് ആൻഡ് ദ പ്രൊട്ടക്റ്റീവ് വർക്ക്സ്, പിന്നെ അതുപോലെ തന്നെ പെർക്കുലേഷൻ ഗ്രേഡിയൻറ്റ്, അപ്ലിഫ്റ്റ് പ്രഷർ, പിന്നെ വെലോസിറ്റി സ്കോർ, പ്രൊട്ടക്റ്റീവ് വർക്ക്സ്, സോളിഡ് ആൻഡ് ലൂസ് അപ്രോൺസ്, പിന്നെ സ്റ്റോറേജ് ഹെഡ് വർക്ക്, ഡാംസിൻ്റെ ടൈപ്പ് സെലക്ഷൻ ഓഫ് സൈറ്റ്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് സർവേ ഫോർ സൈറ്റ് സെലക്ഷൻ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ സൈറ്റ് സെലക്ഷൻ, പിന്നെ അതുപോലെ തന്നെ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ, ഡിസ്ക്രൈബ് ദ ടേംസ് ഓഫ് ഫുൾ റിസർവോയർ ലെവൽ, റിസർവോയറിൻ്റെ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ റിസർവോയർ ലെവൽ, അതുപോലെ തന്നെ മാക്സിമം വാട്ടർ ലെവൽ, ടോപ്പ് ബണ്ട് ലെവൽ, ഡെഡ് സ്റ്റോറേജ്, ലൈവ് സ്റ്റോറേജ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഫ്രീ ബോർഡ്, ഇവാപ്പറേഷൻ ലോസസ്, അതൊക്കെയാണ് നമുക്ക് അവിടെ നോക്കാനുള്ളത്. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡാംസിൻ്റെ റിജിഡ് ആൻഡ് നോൺ റിജിഡ് ഡാം നോക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ടൈപ്സ് അല്ലേ,
ഗ്രാവിറ്റി ഡാംസ്, പിന്നെ അതുപോലെ തന്നെ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ഗ്രാവിറ്റി ഡാംസ്, പിന്നെ ഫെയിലിയർ ഓഫ് ഗ്രാവിറ്റി ഡാംസ് ആൻഡ് പിന്നെ റെമഡിയൽ മെഷേഴ്സ്, എലിമെൻ്ററി പ്രൊഫൈല്, പിന്നെ അതുപോലെ ലിമിറ്റിംഗ് ഹൈറ്റ് ഓഫ് ഡാംസ്, അങ്ങനെ ഡാം റിലേറ്റ് ചെയ്തിട്ട് സ്പിൽവേസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, പിന്നെ എർത്തൻ ഡാംസ്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടൈപ്പ് ഓഫ് എർത്തൻ ഡാംസ് നോക്കാനുണ്ട്, പിന്നെ ഡ്രെയിനേജ്, പിന്നെ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ആൻ എർത്തൻ ഡാം, പിന്നെ അതുപോലെ തന്നെ ടാങ്ക്സ് ലൂയിസ്, ഹെഡ് വാൾ, ടവർ ഹെഡ് ടൈപ്പ്, പിന്നെ റെഗുലേറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും, പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് പേജിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഇറിഗേഷൻ കനാൽസിലാണ് നോക്കാനുള്ളത്. ആൻഡ് സോയിൽ എറോഷനിൽ, ഇറിഗേഷൻ കനാൽസ് ആൻഡ് സോയിൽ എറോഷനിൽ നോക്കുകയാണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ വർക്ക്, പിന്നെ അതുപോലെ തന്നെ കനാലിൻ്റെ ക്ലാസിഫിക്കേഷൻ, ടെപ്പിക്കൽ ക്രോസ് സെക്ഷൻ ഓഫ് കനാൽ, അതുപോലെ തന്നെ കട്ടിങ്ങും എംപാക്ക്മെൻറ്റും, പാർഷ്യൽ കട്ടിങ് ആൻഡ് എംപാക്ക്മെൻറ്റ്സും ബേംസും ഒക്കെ നോക്കാനുണ്ട്. പിന്നെ സ്റ്റാൻഡേർഡ് ഡയമെൻഷൻസ്, ബാലൻസിങ് ഡെപ്ത് ഓഫ് കട്ടിങ്, അതുപോലെ തന്നെ നമുക്ക് മെയിൻ്റനൻസ് ഓഫ് കനാൽസ് നോക്കാനുണ്ട്, കനാൽ റെഗുലേഷൻസ്, സ്ലൂയിസ് സ്റ്റോപ്പ്, എസ്കേപ്പ് ആൻഡ് ദെയർ ഫങ്ഷൻസ്, പിന്നെ ക്രോസ് ഡ്രെയിനേജ് വർക്ക്, അതുപോലെ തന്നെ നെസസിറ്റി ഓഫ് ജനറൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് അക്വഡക്ട്സ്, സൂപ്പർ പാസേജ് അണ്ടർ ടണൽ, സൈഫൺ ലെവൽ ക്രോസിംഗ്, പിന്നെ അതുപോലെ തന്നെ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണല്ലേ ഇതിന് നോക്കാനുള്ളത്. അപ്പം ഇതിനെല്ലാത്തിനും കൂടെ നമുക്ക് ഇറിഗേഷൻ ആൻഡ് ഹൈഡ്രോളജി എന്നുള്ള മൊഡ്യൂൾ 7 പറഞ്ഞിട്ടുള്ളത് 10 മാർക്ക് തന്നെയാണ്. ഈ ഒരു എക്സാമിൻ്റെ സിലബസ് നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ കാണാം അല്ലേ, ഓരോ മൊഡ്യൂൾസിനും 10 മാർക്ക് എന്നുള്ള രീതിയിൽ ഈക്വലി ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ കുറേ ഏരിയാസ് ഇൻക്ലൂഡ് ചെയ്തിട്ടും കൂടെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് സിലബസ് നോക്കിയിട്ട് തന്നെ പഠിക്കുക. അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഇപ്പോൾ ഇറിഗേഷനിലാണെങ്കിൽ ഇറിഗേഷൻ ഹൈഡ്രോളജിയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും പഠിക്കുക, എന്നിട്ട് എക്സ്ട്രാ കാര്യങ്ങളും പഠിക്കാൻ നോക്കുന്നതായിരിക്കും നന്നാവുക. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പറയുന്നത് അല്ലേ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ഏരിയാസ് ബേസിക് ആയിട്ട് ഇറിഗേഷൻ എന്താണെന്നുള്ളത് നോക്കാം. പിന്നെ നമുക്ക് നെസസിറ്റി ഓഫ് ഇറിഗേഷൻ അല്ലേ, ഇറിഗേഷൻ്റെ നെസസിറ്റി ആവശ്യകത എന്താണെന്ന് നോക്കാം. പിന്നെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഇറിഗേഷൻ. അപ്പം ഇത്രയും ടോപ്പിക്കും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫ്ലോ ഇറിഗേഷൻ, ലിഫ്റ്റ് ഇറിഗേഷൻ നോക്കാം. ഫ്ലോ ആൻഡ് ലിഫ്റ്റ് ഇറിഗേഷൻ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ പെരനിയൽ ആൻഡ് നോൺ പെരനിയൽ ഇറിഗേഷൻ, അല്ലെങ്കിൽ പെരനിയൽ ആൻഡ് ഇനണ്ടേഷൻ ഇറിഗേഷൻ നോക്കാം. പിന്നെ ഡയറക്റ്റ് ഇറിഗേഷനും സ്റ്റോറേജ് ഇറിഗേഷനും നോക്കാം. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇറിഗേഷൻ ആണെന്ന് പറഞ്ഞു. ഇറിഗേഷൻ, അപ്പം എന്താണ് ബേസിക് ആയിട്ട് ഇറിഗേഷൻ എന്നുള്ള ടേമോട് ഡിനോട്ട് ചെയ്യുന്നത്? ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ക്രോപ്പ് വളരുന്ന ആ ഒരു ക്രോപ്പ് പീരീഡ് മൊത്തം നമ്മൾ ആർട്ടിഫിഷ്യലി വാട്ടർ സപ്ലൈ ചെയ്യുന്നതിന് അല്ലേ, അപ്പം അതിനെയാണ് നമ്മൾ ഇറിഗേഷൻ എന്നുള്ള ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം എന്താണ് ഇറിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറിഗേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ആർട്ടിഫിഷ്യലി സപ്ലൈയിങ് ഓഫ് water to soil accordance with crop requirement throughout the crop period. അപ്പം അതിനെയാണ് നമ്മൾ ഇറിഗേഷൻ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇറിഗേഷൻ്റെ ആവശ്യകത അല്ലെങ്കിൽ നെസസിറ്റി ഓഫ് ഇറിഗേഷൻ ആണ് നെക്സ്റ്റ് നോക്കേണ്ടത്. ഇറിഗേഷൻ എന്താണ് നമ്മൾ പറഞ്ഞു. പിന്നെ നെസസിറ്റി ഓഫ് ഇറിഗേഷൻ അല്ലേ, നെസസിറ്റി ഓഫ് ഇറിഗേഷൻ നമ്മൾ ഏത് ഏരിയകളിലൊക്കെയാണ് ഇറിഗേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഇറിഗേഷൻ നമുക്ക് എന്ത് ആവശ്യം കൊണ്ടാണല്ലേ നമ്മൾ ഇറിഗേഷൻ ചെയ്യുന്നത്. അപ്പം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് റെയിൻഫോൾ ഏരിയയിലേക്ക് നമുക്ക് വാട്ടർ എത്തിച്ചു കൊടുക്കാൻ അല്ലേ, അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇറിഗേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ യൂണിഫോം അല്ലാത്ത റെയിൻഫോൾ ഏരിയയിലേക്കും യൂണിഫോം ആയിട്ട് വാട്ടർ എത്തിച്ചു കൊടുക്കാൻ അല്ലേ, അതിന് നമ്മൾ ഇറിഗേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ
ചില കൊമേഴ്ഷ്യൽ ക്രോപ്സ് ഉണ്ടാവും അല്ലേ, ആ ഒരു ടൈപ്പ് വരുന്ന കൊമേഴ്ഷ്യൽ ക്രോപ്സിന് വെള്ളം അധികം വേണ്ടി വരും അല്ലേ. അപ്പോൾ അവിടെ നിന്ന് നോർമലി നാച്ചുറലി ലഭിക്കുന്ന വാട്ടർ കണ്ടന്റ് അല്ലെങ്കിൽ വാട്ടറിൻ്റെ ലെവൽ അതിന് മതിയാവാതെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഇറിഗേഷനിലൂടെ നമുക്ക് വാട്ടർ സപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കൺട്രോൾഡ് വാട്ടർ സപ്ലൈ അല്ലേ, നമുക്കിപ്പം വാട്ടർ സപ്ലൈ കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പം മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് ആ മഴയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇറിഗേഷൻ ത്രൂ നമ്മൾ വാട്ടർ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കതിന് കൺട്രോൾഡ് ആയിട്ടുള്ളൊരു വാട്ടർ സപ്ലൈ സിസ്റ്റം കൊണ്ടുവരാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വാട്ടറിൻ്റെ ആ ഒരു അവൈലബിലിറ്റി ലോങ് ടേമിലേക്ക് എത്തിക്കാൻ പറ്റും അല്ലേ. നമുക്കിപ്പോൾ റെയിനാണെങ്കിൽ ഇന്നൊരു സീസണിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷെ നമുക്ക് ഒരു ക്രോപ്പിന് കുറേ ലോങ് ടേമിലേക്ക് വാട്ടർ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇറിഗേഷനിലൂടെ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇത്രയാണ് നെസസിറ്റി ഓഫ് ഇറിഗേഷൻ വരുന്നത്. അപ്പം നെസസിറ്റി ഓഫ് ഇറിഗേഷൻ ആണ് നെക്സ്റ്റ് നോക്കാനുള്ളത്. നെസസിറ്റി ഓഫ് ഇറിഗേഷനിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നെസസിറ്റി ഓഫ് ഇറിഗേഷനിൽ വരുന്നതാണ് ഒന്ന് ലെസ് റെയിൻഫോൾ, പിന്നെ ഫോർ കൺട്രോൾഡ് വാട്ടർ സപ്ലൈ, അതുപോലെ തന്നെ എന്താണ് നോൺ യൂണിഫോം റെയിൻഫോൾ ഏരിയയിൽ റെയിൻഫോൾ, പിന്നെ അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ക്രോപ്പ് റിക്വയർഡ് മോർ വാട്ടർ അല്ലേ, കൊമേഴ്ഷ്യൽ റിക്വയർ മോർ വാട്ടർ. ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മൾ നെസസിറ്റി ഓഫ് ഇറിഗേഷനിൽ വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഇറിഗേഷൻ്റെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജസും നോക്കാനുണ്ട്. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസിൽ നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. എന്തൊക്കെയായിരിക്കും നമ്മൾ ഇറിഗേഷൻ ചെയ്യുന്നതിനെ കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഗുണങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് വരുന്ന അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് ഡാമും അതുപോലെ തന്നെ കനാൽസും ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നതിലൂടെ ഇലക്ട്രിക് പവർ ജനറേഷൻ അല്ലേ, ഇലക്ട്രിക് പവർ ജനറേഷൻ നടക്കുന്നതായിരിക്കും. അതാണ് ഒരു പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് വരുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യും അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഡൊമസ്റ്റിക് വാട്ടർ സപ്ലൈ എന്നുള്ളൊരു ടേം ഓർത്ത് വെക്കണം. പിന്നെ അതുപോലെ തന്നെ ഇൻക്രീസ് ഫുഡ് പ്രൊഡക്ഷൻ അല്ലേ, കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വാട്ടേഴ്സ് അവൈലബിൾ ആവുകയാണെങ്കിൽ അതിൻ്റെ നമ്മളുടെ ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ റവന്യൂ ജനറേഷനും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. എന്തൊക്കെ പോയിന്റ്സ് ആണ് അഡ്വാൻറ്റേജസ് ഓഫ് ഇറിഗേഷനിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഹൈഡ്രോ ഇലക്ട്രിക് power generation, by the construction of dam, canal, falls. പിന്നെ സെക്കൻഡ് വൺ ആണ് ഇൻക്രീസ് ഫുഡ് പ്രൊഡക്ഷൻ. തേർഡ് വൺ ആണ് റവന്യൂ ജനറേഷൻ. പിന്നെ എന്താണ് ഫോർത്ത് വൺ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ആർ ഇംപ്രൂവ്ഡ്. ട്രാൻസ്പോർട്ടേഷൻ facilities are improved. അത്രയാണ് അഡ്വാൻറ്റേജസിൽ വരുന്നത്. നെക്സ്റ്റ് ഡിസ്അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിലോ,
അതിൽ വരുന്നതാണ് വാട്ടർ പൊല്യൂഷൻ അല്ലേ. വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവും ഇറിഗേഷൻ കാരണം. അതുപോലെ തന്നെ വാട്ടർ ലോഗിങ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇറിഗേഷൻ പ്രൊജക്ട്സ് നമ്മൾ ചെയ്യുമ്പോൾ അത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്നും കൂടിയാണ് അല്ലേ. അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇറിഗേഷനിൽ വരുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വാട്ടർ പൊല്യൂഷൻ, പിന്നെ വാട്ടർ ലോഗിൻ, ഇറിഗേഷൻ പ്രൊജക്ട്സ് എക്സ്പെൻസീവ് ആണ് അല്ലേ. ഇതൊക്കെ ഇറിഗേഷൻ്റെ ബേസിക് ആയിട്ടുള്ള ഡിസ്അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇറിഗേഷൻ എന്താണെന്ന് പറഞ്ഞു. ഇറിഗേഷൻ എന്തായിരുന്നു? ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് ആർട്ടിഫിഷ്യലി സപ്ലൈയിങ് ഓഫ് വാട്ടർ ടു സോയിൽ അക്കോർഡൻസ് വിത്ത് ക്രോപ്സ് റിക്വയർമെൻറ്റ് അല്ലേ. ത്രൂ ഔട്ട് ദ ക്രോപ്പ് പീരീഡ് ആണ് നമ്മൾ ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ടേമിനെ അല്ലേ ഇറിഗേഷൻ എന്ന് പറഞ്ഞതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. പിന്നെ നെസസിറ്റി ഓഫ് ഇറിഗേഷൻ ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നത്. നെസസിറ്റി ഓഫ് ഇറിഗേഷനിൽ വരുന്നതാണ് ലെസ് റെയിൻഫാൾ, നോൺ യൂണിഫോം റെയിൻഫാൾ, അതുപോലെ തന്നെ ഫോർ കൺട്രോൾ വാട്ടർ സപ്ലൈ, പിന്നെ അതുപോലെ തന്നെ ഫോർ ഗ്രോവിങ് നോ ക്രോപ്സ് ഡ്യൂറിങ് എ ഇയർ, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ക്രോപ്സ് റിക്വയർ മോർ വാട്ടർ. ഈ ഒരു സിറ്റുവേഷനിലൊക്കെയാണ് നമ്മൾ നെസസിറ്റി ഓഫ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഇറിഗേഷൻ ആണ് അല്ലേ. അഡ്വാൻറ്റേജസിൽ വരുന്നത് എന്താണ്? നമുക്ക് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും, ഡാമും കനാലും ഒക്കെ ഉണ്ടാക്കുന്നതിലൂടെ. പിന്നെ അതുപോലെ തന്നെ ഇൻക്രീസ് ഫുഡ് പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ റവന്യൂ ജനറേഷൻ ഓർത്ത് വെക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അഡ്വാൻറ്റേജസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡിസ്അഡ്വാൻറ്റേജസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വാട്ടർ ലോഗിൻ പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ വാട്ടർ പൊല്യൂഷൻ പറഞ്ഞു, പിന്നെ ഇറിഗേഷൻ പ്രൊജക്ട്സ് എക്സ്പെൻസീവ് ആണെന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇറിഗേഷൻ്റെ ബേസിക് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന കാര്യം ടൈപ്പ് ഓഫ് ഇറിഗേഷൻ ആണ്. ടൈപ്പ് ഓഫ് ഇറിഗേഷൻ. ഇറിഗേഷൻ ഏതൊക്കെ ടൈപ്പാണുള്ളത്? ഒന്നെങ്കിൽ എല്ലാവർക്കും അറിയണ്ട അല്ലേ, സർഫസ് ഇറിഗേഷനും സബ് സർഫസ് ഇറിഗേഷനും. ഇറിഗേഷൻ നമ്മൾ മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സർഫസ് ഇറിഗേഷൻ, അതുപോലെ തന്നെ സബ് സർഫസ് ഇറിഗേഷൻ. സർഫസ് ഇറിഗേഷനും ഉണ്ട്, സബ് സർഫസ് ഇറിഗേഷനും ഉണ്ട്. ഇനി സർഫസ് ഇറിഗേഷനിൽ പറയുന്നതാണ് ഫ്ലോ ഇറിഗേഷനും ലിഫ്റ്റ് ഇറിഗേഷനും. സർഫസ് ഇറിഗേഷനിൽ പറയുന്നതാണ് ഫ്ലോ ഇറിഗേഷനും ലിഫ്റ്റ് ഇറിഗേഷനും. ഫ്ലോ ഇറിഗേഷൻ, ലിഫ്റ്റ് ഇറിഗേഷൻ. പിന്നെ സബ് സർഫസിൽ പറയുകയാണെങ്കിൽ നാച്ചുറൽ സബ് സർഫസും ഉണ്ട്, ആർട്ടിഫിഷ്യലും ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഞാൻ എഴുതി തരാം. നാച്ചുറലും ഉണ്ട്, പിന്നെ ആർട്ടിഫിഷ്യലും ഉണ്ട്. പിന്നെ അതുപോലെ അതുവരെയാണ് നമുക്ക് സബ് സർഫസ് സോപ്സിൽ നോക്കാനുള്ളത്. ഇനി സർഫസ് ഇറിഗേഷനിൽ നോക്കാനുള്ളതാണ് നമ്മൾ ഫ്ലോ ഇറിഗേഷനും ലിഫ്റ്റ് ഇറിഗേഷനും പറഞ്ഞു അല്ലേ. ഈ ഒരു ഫ്ലോ ഇറിഗേഷനിൽ വരുന്നതാണ് രണ്ടെണ്ണം. ഇത് നിങ്ങൾക്ക് അറിയണ്ടോ? പെരനിയൽ ഇറിഗേഷനും പിന്നെ അതുപോലെ തന്നെ ഇനൊണ്ടേഷൻ ഇറിഗേഷനും. പിന്നെ ഈ ഒരു പെരനിയൽ ഇറിഗേഷൻ്റെ സബായിട്ട് വീണ്ടും വരുന്നതാണ് ഏതാണ്? ഡയറക്റ്റ് ഇറിഗേഷൻ, സ്റ്റോറേജ് ഇറിഗേഷൻ, കമ്പൈൻഡ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. കമ്പൈൻഡ് ഇറിഗേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പം ഇറിഗേഷൻ്റെ ക്ലാസിഫിക്കേഷൻ ഇതാണ്. ടൈപ്പ് ഓഫ് ഇറിഗേഷൻ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സർഫസ് ഇറിഗേഷനും സബ് സർഫസ് ഇറിഗേഷനും. അതിൽ സർഫസ് ഇറിഗേഷനെ നമ്മൾ വീണ്ടും ഫ്ലോ ഇറിഗേഷൻ എന്നും ലിഫ്റ്റ് ഇറിഗേഷൻ എന്നും ക്ലാസിഫൈ ചെയ്തു. സബ് സർഫസ് ഇറിഗേഷനെ നാച്ചുറൽ ഇറിഗേഷനും ആർട്ടിഫിഷ്യൽ ഇറിഗേഷൻ എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തു. പിന്നെ നമ്മൾ ഫ്ലോ ഇറിഗേഷനിലേക്ക് വന്ന സമയത്ത് ഫ്ലോ ഇറിഗേഷൻ നമ്മൾ പെരനിയൽ ഇറിഗേഷനും ഇനണ്ടേഷൻ ഇറിഗേഷനും ആയിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെയും സബ് ക്ലാസിഫിക്കേഷനായിട്ട് പെരനിയൽ ഇറിഗേഷൻ്റെ ഇതിൽ ഡയറക്റ്റ്, സ്റ്റോറേജ്, കമ്പൈൻഡ് ഇറിഗേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് നമ്മുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെയാണ് ഇതിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള ടേംസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്ലോ ഇറിഗേഷൻ ഉണ്ട്, ലിഫ്റ്റ് ഇറിഗേഷൻ ഉണ്ട്, പെരനിയൽ ഉണ്ട്, ഇനണ്ടേഷൻ ഉണ്ട്,
ഡയറക്റ്റ് ഇറിഗേഷൻ, സ്റ്റോറേജ് ഇറിഗേഷൻ. അപ്പോൾ നമുക്ക് ഈ ഒരു 6 കാര്യങ്ങൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഏതാണ്? സർഫസ് ഇറിഗേഷനിൽ വരുന്നതാണ് ഫ്ലോ ഇറിഗേഷൻ അല്ലേ. ഫ്ലോ ഇറിഗേഷൻ. അപ്പം ഫ്ലോ ഇറിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫ്ലോ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇറിഗേഷൻ ടൈപ്പിൽ വാട്ടർ ഫോൾസ് അണ്ടർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഗ്രാവിറ്റേഷണൽ, ഇപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് ഗ്രാവിറ്റേഷണൽ നമ്മൾ ഒരു എഫേർട്ടും കൊടുക്കാണ്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം വാട്ടർ ഒഴുകി പോവുകയാണെങ്കിൽ ആ ടൈപ്പ് ഇറിഗേഷനെയാണ് നമ്മൾ ഫ്ലോ ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഫ്ലോ ഇറിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അണ്ടർ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്നുള്ള ടേം ഓർത്ത് വെക്കുക. അണ്ടർ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി അല്ലേ. വാട്ടർ ഫ്ലോ ചെയ്യുന്നത് ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് ബേസ്ഡ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ എഫക്റ്റിന്റെ റിസൾട്ട് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലോ ഇറിഗേഷൻ നടക്കുന്നത്. പിന്നെ നോക്കേണ്ടതാണ് ലിഫ്റ്റ് ഇറിഗേഷൻ. ലിഫ്റ്റ് ഇറിഗേഷൻ. ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആദ്യം വെള്ളത്തിന് ഒരു ഹൈറ്റിലേക്ക് ലിഫ്റ്റ് ചെയ്ത് വെക്കും. എന്തെങ്കിലും മെക്കാനിക്കൽ ഡിവൈസസ് യൂസ് ചെയ്തിട്ട് നമ്മൾ വെള്ളത്തിന് ലിഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ഈ ഒരു ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് വെള്ളം പാസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വെൽ ഇറിഗേഷൻ ഒക്കെ അതിനൊരു എക്സാമ്പിൾ ആണ്. അപ്പം ഇതാണ് ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ. ലോവർ ലെവലിലുള്ള വാട്ടറിനെ നമ്മൾ ഹയർ ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അല്ലേ. ഹയർ ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് മെക്കാനിക്കൽ ഡിവൈസ് കൊണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് വാട്ടർ സപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഓർത്ത് വെക്കേണ്ടത് എന്താണ്? ഫസ്റ്റ് വാട്ടർ ലിഫ്റ്റഡ് ബൈ മീൻസ് ഓഫ് മെക്കാനിക്കൽ ഡിവൈസ്. വാട്ടർ ലിഫ്റ്റ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് ഫീൽഡിലേക്ക് എങ്ങനെയാണ് കൊടുക്കുക? ഫീൽഡ് അറ്റ് എ ഹയർ ലെവൽ ആൻഡ് സോഴ്സ് അറ്റ് ലോവർ ലെവലായിരിക്കും. അതാണ് ലിഫ്റ്റ് ഇറിഗേഷൻ എന്നുള്ളത്. നോക്കുക, നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്? 2 ടേംസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫ്ലോ ഇറിഗേഷൻ, ലിഫ്റ്റ് ഇറിഗേഷൻ. സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. മനസ്സിലാക്കി പഠിക്കുക. ഞാൻ പറയുന്ന ആ ഒരു ഫ്ലോയിൽ തന്നെ വരിക. ഞങ്ങൾ കറക്റ്റ് പഠിച്ച് റിവൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാവും. ഫസ്റ്റ് ടൈം പഠിക്കാതെ വന്ന് വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് പറയുന്നതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു മനസ്സിലാക്കിയും പോവുക. പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമ്മൾ ഫ്ലോ ഇറിഗേഷനും ലിഫ്റ്റ് ഇറിഗേഷനും കഴിഞ്ഞ് അല്ലേ. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ഫ്ലോ ഇറിഗേഷനിൽ വരുന്നതാണ് അല്ലേ പെരനിയൽ ഇറിഗേഷനും പിന്നെ അതുപോലെ തന്നെ ഇനൊണ്ടേഷൻ ഇറിഗേഷനും. അതാണ് നെക്സ്റ്റ് നോക്കാനുള്ളത്. പെരനിയൽ ഇറിഗേഷൻ. പെരനിയൽ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പെരനിയൽ ഇറിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഇറിഗേഷൻ ആണ്. അതായത് ഒരു കോൺസ്റ്റന്റ് വാട്ടർ സപ്ലൈ ആയിരിക്കും അതിനുണ്ടാവുക. അതുപോലെ തന്നെ ത്രൂ ഔട്ട് ദ ക്രോപ്പ് പീരീഡിൽ ഈ ഒരു പെരനിയൽ ഇറിഗേഷൻ ഉണ്ടാവും അല്ലേ. ഇവിടെ ഓർത്ത് വെക്കേണ്ട 2 ടേംസ് ആണ്. കോൺസ്റ്റന്റ് വാട്ടർ സപ്ലൈ ത്രൂ ഔട്ട് ക്രോപ്പ് പീരീഡ് ആണെങ്കിൽ അതിനാണ് നമ്മൾ പെരനിയൽ ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇനൊണ്ടേഷൻ ഇറിഗേഷൻ നോക്കണം അല്ലേ. ഇനൊണ്ടേഷൻ ഇറിഗേഷൻ. എന്താണ് ഇനൊണ്ടേഷൻ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ? ഇനൊണ്ടേഷൻ ഇറിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അൺകൺട്രോൾഡ് ഇറിഗേഷൻ ആണ് അല്ലേ. പെരനിയൽ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൺട്രോൾഡ് ഇറിഗേഷൻ ആയിരുന്നു. ഇനൊണ്ടേഷൻ ഇറിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഇറിഗേഷൻ ആണ്. ഒരു ഫ്ലഡ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വാട്ടറിനെ ക്യാരി ചെയ്ത് പോകുന്നതിന് അല്ലേ. അപ്പം അതിനാണ് നമ്മൾ ഇനൊണ്ടേഷൻ ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഓർത്ത് വെക്കേണ്ടത് എന്താണ്? അൺകൺട്രോൾഡ് ഇറിഗേഷൻ ആണ്. അതുപോലെ തന്നെ എന്താണ്? സോയിൽ കെപ്റ്റ് ഫ്ലഡഡ് വിത്ത് വാട്ടർ ആണ്. സോയിൽ കെപ്റ്റ് ഫ്ലഡഡ് വിത്ത്
വാട്ടർ എന്നുള്ളത് ഓർത്ത് വെക്കാം. അപ്പോൾ നമ്മൾ പെരനിയൽ ഇറിഗേഷനും അതുപോലെ തന്നെ ഫ്ലഡ് ഇറിഗേഷനും കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് നോക്കാനുള്ളത്? പെരനിയൽ ഇറിഗേഷനെ തന്നെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തത് അവിടെ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? ഡയറക്റ്റും സ്റ്റോറേജും കമ്പൈൻഡ് ഇറിഗേഷനും. അതിൽ നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് ഡയറക്റ്റ് ഇറിഗേഷനും അതുപോലെ തന്നെ സ്റ്റോറേജ് ഇറിഗേഷനുമാണ് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ, ഡയറക്റ്റ് ഇറിഗേഷൻ. ഡയറക്റ്റ് ഇറിഗേഷൻ എങ്ങനെയാണ് വരിക? ഡയറക്റ്റ് ഇറിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലത്തും വാട്ടർ സ്റ്റോർ ചെയ്യാണ്ട് ഡയറക്റ്റ് സപ്ലൈയിലേക്ക് കടത്തിവിടുന്നതിന് അല്ലേ? അപ്പോൾ അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ്? നോ സ്റ്റോറേജ് ഓഫ് വാട്ടർ അല്ലേ? നോ സ്റ്റോറേജ് ഓഫ് വാട്ടർ. ഓൺലി എന്താണ് അവിടെ നടക്കുന്നത്? ഓൺലി ഡൈവേർഷൻ മാത്രമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കി വെക്കുക. ഡയറക്റ്റ് ഇറിഗേഷൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇറിഗേഷൻ പറഞ്ഞാൽ തന്നെ നെക്സ്റ്റ് കാര്യം മനസ്സിലാവും അല്ലേ? സ്റ്റോറേജ് ഇറിഗേഷൻ. സ്റ്റോറേജ് ഇറിഗേഷൻ അപ്പം എന്തായിരിക്കും വരിക? സ്റ്റോറേജ് ഇറിഗേഷൻ. സ്റ്റോറേജ് ഇറിഗേഷൻ എങ്ങനെയാണ് വരിക? സ്റ്റോറേജ് ഇറിഗേഷൻ നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്തതിന് ശേഷം നമ്മൾ സപ്ലൈ ചെയ്യുന്നതിന് അല്ലേ? അപ്പം അതിനാണ് നമ്മൾ സ്റ്റോറേജ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയായിരിക്കും? ഡാം constructed across the river ഉള്ള ടേം ഓർത്ത് വെക്കാം. പിന്നെ അതുപോലെ തന്നെ നോൺ പെരനിയൽ റിവർ ആണ്. നോൺ പെരനിയൽ റിവർ ആണെന്നും കൂടെ മനസ്സിലാക്കി വെക്കാം. പിന്നെ കമ്പൈൻഡ് ഇറിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് സ്റ്റോറേജ് ആൻഡ് ഡൈവേർഷൻ വാട്ടർ വരുന്നതാണ്. അത് നോട്ടായിട്ട് എഴുതുന്നില്ല. സ്റ്റോറേജും ഡൈവേർഷനും കൂടെ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കമ്പൈൻഡ്, ആ പേര് തന്നെ ഉണ്ട് അല്ലേ? അപ്പോൾ കമ്പൈൻഡ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മെല്ലണം മെല്ലണം സിലബസിലുള്ള കാര്യങ്ങൾ പഠിച്ചു പോവാം അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതൊക്കെയാണ്? നമ്മൾ ബേസിക് ആയിട്ട് എന്താണ് ഇറിഗേഷൻ എന്ന് പറഞ്ഞു. പിന്നെ നെസസിറ്റി ഓഫ് ഇറിഗേഷനും അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഇറിഗേഷനും പറഞ്ഞു കഴിഞ്ഞു അല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായിരുന്നു? പിന്നെ നമ്മൾ ഇറിഗേഷൻ്റെ ടൈപ്സ് പറഞ്ഞു. ഇറിഗേഷൻ്റെ ടൈപ്സ് ഓഫ് ഇറിഗേഷനിൽ ഏതൊക്കെ ടൈപ്പാണ് വരുന്നത്? ടൈപ്പ് ഓഫ് ഇറിഗേഷനിൽ വരുന്നതാണ് സർഫസ് ഇറിഗേഷനും സബ് സർഫസ് ഇറിഗേഷനും. അതിൽ സർഫസ് ഇറിഗേഷനിൽ വരുന്നതാണ് ഫ്ലോ ഇറിഗേഷനും ലിഫ്റ്റ് ഇറിഗേഷനും വരുന്നത്. പിന്നെ സബ് സർഫസ് ഇറിഗേഷൻ ആണെങ്കിൽ അതിന് രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ സബ് സർഫസ് ഇറിഗേഷനും ആർട്ടിഫിഷ്യൽ സബ് സർഫസ് ഇറിഗേഷനും. അപ്പോൾ നമുക്ക് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് ഇറിഗേഷനിൽ വരുന്ന ഫ്ലോ ഇറിഗേഷൻ ലിഫ്റ്റ് ഇറിഗേഷൻ. ഫ്ലോ ഇറിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് അണ്ടർ ഗ്രാവിറ്റേഷണൽ എഫക്റ്റ് അല്ലെ? ഗ്രാവിറ്റേഷണൽ എഫക്റ്റിനെ കൊണ്ട് വാട്ടർ ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് ഫ്ലോ ആവുന്നതിനെയാണ് നമുക്ക് ഫ്ലോ ഇറിഗേഷൻ എന്ന് പറയാൻ പറ്റുന്നത്. പിന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷനിൽ തന്നെ വന്നിട്ടുള്ളതാണ് ലിഫ്റ്റ് ഇറിഗേഷൻ അല്ലെ? ലിഫ്റ്റ് ഇറിഗേഷൻ എന്നുള്ളിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? താഴെയുള്ളൊരു ടാങ്കിൽ നിന്ന് നമ്മൾ അല്ലെങ്കിൽ താഴെയുള്ള നമ്മളെ വാട്ടർ വെല്ലിൽ നിന്നിട്ടാണ് നമ്മൾ ഒരു ഹയർ ലെവലിലേക്ക് വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കുന്നു അല്ലെ? സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യാനുസരണം താഴേക്ക് നമ്മൾ എടുക്കുന്നതിനെയാണ് നമ്മൾ ഈ ഒരു ലിഫ്റ്റ് ഇറിഗേഷൻ എന്നുള്ള ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. വാട്ടറുള്ള ലെവലിൽ നിന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് ടാങ്കിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അതാണ് ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് പെരനിയൽ ഇറിഗേഷനും പെരനിയൽ ഇറിഗേഷനും ഫ്ലഡ് ഓർ ഇനണ്ടേഷൻ ഇറിഗേഷനുമാണ്. ഇത് വരുന്നത് ഏതാണ്? ഫ്ലോ ഇറിഗേഷനിൽ തന്നെ വരുന്നതാണ് അല്ലേ? പെരനിയലും അതുപോലെ തന്നെ ഇനണ്ടേഷൻ. പെരനിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ദ ഇയർ ഉണ്ടാവും അല്ലേ? ത്രൂ ഔട്ട് ദ ഇയർ ഫ്ലോ ഉണ്ടെങ്കിൽ അതിനാണ് നമ്മൾ പെരനിയൽ പെരനിയൽ ഇറിഗേഷൻ എന്ന് പറയുന്നത്. കോൺസ്റ്റന്റ് വാട്ടർ സപ്ലൈ അല്ലേ? കോൺസ്റ്റന്റ് വാട്ടർ സപ്ലൈ അല്ലെങ്കിൽ കൺട്രോൾഡ് ഇറിഗേഷൻ എന്നൊക്കെ നമുക്ക് ഇതിനെ പറയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഫ്ലഡ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാലോ? ഫ്ലഡ് ഇറിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകൺട്രോൾഡ്
ഇറിഗേഷൻ ആണ്. അതായത് ഫ്ലഡ് വരുന്ന സിറ്റുവേഷനിലോ മാത്രം നമ്മൾ ഇറിഗേറ്റ് ചെയ്യപ്പെടുന്ന ആ ഒരു ഇറിഗേഷനെയാണ് നമ്മൾ ഇനണ്ടേഷൻ അല്ലെങ്കിൽ ഫ്ലഡ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. അപ്പം എന്താണ് അൺകൺട്രോൾഡ് ഇറിഗേഷൻ എന്നുള്ളത് ഫ്ലഡ് ഇറിഗേഷനിൽ ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് നോക്കാനുള്ളത് നമ്മൾ പെരനിയൽ ഇറിഗേഷനിൽ തന്നെ ഡയറക്റ്റ് ഇറിഗേഷൻ, സ്റ്റോറേജ് ഇറിഗേഷൻ, കമ്പൈൻഡ് ഇറിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതിൽ ഡയറക്റ്റ് ഇറിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു പെരനിയൽ റിവേഴ്സ് എന്നതിനെ പറയും അല്ലേ. നമ്മളൊരു കറക്റ്റ് ഒരു സ്ഥലത്ത് സ്റ്റോറേജ് ചെയ്യാതെ ഡയറക്റ്റ് വാട്ടറിനെ ഡൈവേർട്ട് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ, എടുക്കുന്നതിനല്ലേ നോ സ്റ്റോറേജ് ഓഫ് വാട്ടർ ഓൺലി ഡൈവേർഷൻ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇറിഗേഷൻ ആണ് കൊടുക്കേണ്ടത് ആൻസർ. അതുപോലെ തന്നെ നമുക്കിപ്പോൾ സ്റ്റോറേജ് ഇറിഗേഷൻ ആണെങ്കിലോ, സ്റ്റോറേജ് ഇറിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ പെരനിയൽ റിവേഴ്സിനാണ്, നോൺ പെരനിയൽ റിവേഴ്സ് എന്നുള്ളതാണ് ഓർത്ത് വെക്കേണ്ടത്. അതുപോലെ തന്നെ ഡാം ഒക്കെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും ലൈക്ക് ക്രോസ് ദ റിവർ. അപ്പം അതിനാണ് നമ്മൾ സ്റ്റോറേജ് റിവർ എന്ന് പറയുന്നത്. അപ്പം ഇത്രയുമാണ് നമുക്ക് ഇറിഗേഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് ഇറിഗേഷൻ, നെസസിറ്റി, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, ടൈപ്പ് ഓഫ് ഇറിഗേഷൻ, അതിൽ നമ്മൾ ഫ്ലോ ഇറിഗേഷൻ, ഫ്ലഡ് ഇറിഗേഷൻ അല്ലെങ്കിൽ ഇനണ്ടേഷൻ ഇറിഗേഷൻ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലിഫ്റ്റ് ഇറിഗേഷൻ, പെർനിയൽ ഇറിഗേഷൻ, പിന്നെ ഡയറക്റ്റ് ആൻഡ് സ്റ്റോറേജ് ഇറിഗേഷൻ നമ്മൾ എഴുതിയിട്ടുമുണ്ട് പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ അതുപോലെ തന്നെ കമ്പൈൻഡ് ഇറിഗേഷനിൽ നമ്മൾ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സർഫസ് സോഴ്സും സബ് സർഫസ് സോഴ്സും ഒക്കെ നോക്കി വെക്കുക. അപ്പം അതായിട്ട് സെപ്പറേറ്റ് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ സിലബസിൽ പറഞ്ഞ കാര്യത്തിൻ്റെ കൂടെ വരുന്ന ഒന്നാണ് അല്ലേ. അതിന് എക്സാമ്പിൾസും ഒക്കെ നോക്കി വെക്കാൻ പറ്റുകയാണെങ്കിൽ നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇറിഗേഷൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെ വരാം. സിലബസിലുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് പറയുന്നതിനെ കൊണ്ടാണ് നമുക്ക് ചിലപ്പോൾ ഇതൊരു ഇത്ര ഷോർട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൊണ്ടാണ്. അപ്പോൾ നമുക്ക് നമ്മൾ നോർമൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങളും നമുക്ക് പിക്ചർ വെച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പക്ഷെ ഇപ്പോൾ നമ്മൾ ലിമിറ്റഡ് ടൈമിൽ മാക്സിമം കാര്യങ്ങൾ കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് 2-3 ക്ലാസ്സിലാണ് നമുക്ക് ഇറിഗേഷനും വരുന്നത്. ഇറിഗേഷൻ നമ്മൾ ടോട്ടൽ 4 ക്ലാസ് ആയിരിക്കും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിൽ ഫസ്റ്റ് ക്ലാസ് 25th ക്ലാസ് ആണ് നമ്മളിന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.